അപ്പോൾ ഫസ്റ്റ് മേളമായിട്ടുള്ള ശാസ്താവിൻ്റെ മേളം കഴിഞ്ഞു. ഇനി കാരമുക്ക് ഭഗവതിയുടെ കയറ്റാണുള്ളത്. അപ്പോൾ കാരമുക്ക് ഭഗവതിയുടെ കയറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ നാട്ടുകാരനായ ഒരു ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ മേളം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് പടിഞ്ഞാറ് നട മെയിൻ പൂരങ്ങളൊക്കെ പടിഞ്ഞാറ് നടയിലൂടെ വരിക. അതേപോലെ കിഴക്കേ നടയിൽ കൂടെയും പൂരങ്ങളുണ്ട്, പക്ഷെ അതാരും അങ്ങനെ ചെറുപൂരങ്ങളാണ്. അപ്പോൾ മെയിൻ പൂരങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് നടയിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ കുറച്ച് മേളക്കാരെ കാണുന്നുണ്ട് തെക്കേ നടയിൽ. ഐ തിങ്ക് അനദർ മേളം സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇത് തെക്കേ നടയിൽ ചെമ്പൂക്കാവിൻ്റെ മേളത്തിനുള്ള മേളക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു മേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവതിയുടെ. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്ന് ഫുള്ള് നിൽക്കാനുണ്ടാവും, എനർജി ഉണ്ടാവും. ഞാനിപ്പോൾ ചെരുപ്പ് എടുക്കാൻ പോയതാണ്. പടിഞ്ഞാറേ നടയിൽ നിന്ന് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോട് കൂടിയാണ് ഇതിനകത്തേക്ക് എഴുന്നള്ളുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചവാദ്യമല്ല പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇറക്കാം. അത് തെക്കേ നടയിൽ. അപ്പോൾ പടിഞ്ഞാറൻ നടയിൽ വേറൊരു ചെറുപൂരം വന്നിട്ടുണ്ട്. അവിടെ റോഡിൽ ഒരു എഴുന്നള്ളത്ത് വന്നിട്ടുണ്ട്. അത് പഞ്ചവാദ്യമാണെന്ന് തോന്നുന്നു. അതെ അതെ, പഞ്ചവാദ്യ. അതായത് അപ്പുറത്ത് പഞ്ചാരിമേളം നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ നല്ല ഗംഭീര പഞ്ചവാദ്യം. ത്തോണ്ട് ഇവിടെ 3 ആനയാണ് നിർത്തിയേക്കുന്നത്. അപ്പുറത്ത് ബാക്കി ആന. പഞ്ചവാദ്യം കഴിഞ്ഞാൽ പിന്നെ ചെണ്ടമേളമുണ്ട്, അതിനുള്ള ആളുകൾ അപ്പുറത്ത് സെറ്റാണ്. പഞ്ചവാദ്യം കഴിഞ്ഞിട്ട് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ദേവി അകത്തേക്ക് പോവാണ്. അകത്തേക്ക് കയറാൻ വേണ്ടി പോവാം. ഈ റോഡ് ബ്ലോക്ക്.